എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ നിർണായകമായ, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ്. ഗദീർ ഖും. അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, പ്രവാചകന്റെ ജീവിതത്തിലെ അവസാന നാളുകളാണ്. തന്റെ ദൗത്യം ഏതാണ്ട് പൂർത്തിയായി. പക്ഷേ ഇനിയും പറയാൻ ബാക്കിവച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതെന്തായിരിക്കും? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഈ വിവരണത്തിലൂടെ തേടുന്നത്. അപ്പോൾ ഈ യാത്ര നമ്മൾ 6 ഘട്ടങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പ്രവാചകന്റെ അവസാനത്തെ തീർത്ഥാടനത്തിൽ തുടങ്ങി, ആ വലിയ വിളംബരം, അതിനുശേഷമുണ്ടായ സംഭവങ്ങൾ, പിന്നെ ഇന്നും നിലനിൽക്കുന്ന അതിന്റെ പൈതൃകം വരെ. ശരി, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് ഹിജ്റ 10-ാം വർഷത്തിലാണ്. പ്രവാചകന്റെ ദൗത്യം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. എങ്കിലും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി ജനങ്ങളെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഒന്നാമത്തത് ഹജ്ജ് എങ്ങനെയാണ് പൂർണ്ണമായി നിർവഹിക്കേണ്ടത് എന്നത്. രണ്ടാമത്തത്, ഒരുപക്ഷേ അതിലും പ്രധാനപ്പെട്ടത്, തനിക്ക് ശേഷം ഈ സമൂഹത്തിന്റെ നേതൃത്വം ആർക്കായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ദൈവികമായ ഒരു തീരുമാനം, അതായത് വിലായത്ത്. ആ യാത്ര ഒരു സാധാരണ യാത്രയായിരുന്നില്ല. ശരിക്കും അവിസ്മരണീയമായിരുന്നു. 10,000-കണക്കിന് അനുയായികളാണ് പ്രവാചകനോടൊപ്പം മക്കയിലേക്ക് പോയത്. ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി. പക്ഷേ പലരുടെയും മനസ്സിൽ ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. ആ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ദൈവിക കൽപ്പനയുടെ രൂപത്തിൽ പ്രവാചകന്റെ മനസ്സിൽ ഒരു വലിയ ഭാരമായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹജ്ജൊക്കെ കഴിഞ്ഞ് എല്ലാവരും മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. പക്ഷേ ഇതൊരു സാധാരണ മടക്കയാത്രയായിരുന്നില്ല, അല്ലേ? ഓരോ നിമിഷവും ചരിത്രം കാത്തിരുന്ന ആ വലിയ പ്രഖ്യാപനത്തിനുള്ള ഒരു വേദി ഒരുങ്ങുകയായിരുന്നു ആ യാത്രയിൽ. ഈ സന്ദേശം എത്രത്തോളം ഭാരമേറിയതായിരുന്നു എന്ന് നോക്കൂ. അത് പറയാൻ പ്രവാചകൻ മടിച്ചു എന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. താനിത് പറഞ്ഞാൽ ഒരുപക്ഷെ തന്റെ ജനത അത് തള്ളിക്കളയുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ടായിരുന്നു. സത്യത്തിൽ തന്റെ പ്രവാചക ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരിക്കാം അദ്ദേഹം അപ്പോൾ നേരിട്ടത്. ശരി, അങ്ങനെയുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ ഖുർആൻ വചനം അവതരിക്കുന്നത്. ഓ റസൂലേ, നിന്റെ രക്ഷിതാവിൽ നിന്ന് നിനക്ക് കിട്ടിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ ദൗത്യം പൂർത്തിയാവില്ല. ആളുകളിൽ നിന്ന് ദൈവം നിന്നെ സംരക്ഷിച്ചുകൊള്ളും. ഈ ഒരു വെളിപാട് വന്നതോടെ പിന്നെ ഒരു മടിക്കും സ്ഥാനമില്ലായിരുന്നു. ഇത് ദൈവത്തിന്റെ നേരിട്ടുള്ള കൽപ്പനയാണ്. എന്തു വന്നാലും ഇത് പറയണം. ഇനി പിന്മാറാൻ സാധിക്കില്ല. അങ്ങനെ യാത്ര തുടർന്നു. ഗദീർ ഖും എന്നൊരു സ്ഥലത്തെത്തി. ഒരു തടാകക്കരയാണ്. അവിടെ വെച്ച് പ്രവാചകൻ ആ നിർണായകമായ കൽപ്പന കൊടുത്തു. മുന്നോട്ട് പോയവരെല്ലാം തിരിച്ചു വിളിക്കണം. പിന്നാലെ വരുന്നവർക്കായി കാത്തുനിൽക്കണം. ഒന്ന് ഓർത്തു നോക്കൂ, ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിൽ 70,000-ൽ കൂടുതൽ വരുന്ന ആ വലിയ യാത്രാസംഘം അവിടെ നിശ്ചലമായി നിന്നു. എല്ലാവർക്കും ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എന്തിനാണ് നമ്മളിവിടെ നിർത്തിയത്? അവിടെ നടന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധേയമാണ്. പെട്ടെന്ന് തന്നെ ഒട്ടകങ്ങളുടെ പുറത്തുവയ്ക്കുന്ന കട്ടിലുകളൊക്കെ ചേർത്തുവെച്ച് ഒരു പ്രസംഗപീഠം തയ്യാറാക്കി. എല്ലാവരെയും ഒരുമിച്ചുകൂട്ടി. അതായത് വരാനിരിക്കുന്ന ആ ചരിത്രപ്രധാനമായ പ്രഖ്യാപനം ഒരാൾ പോലും കേൾക്കാതെ പോകരുത് എന്ന് പ്രവാചകന് ഉറപ്പുണ്ടായിരുന്നു. പ്രസംഗം തുടങ്ങിയത് തന്നെ വളരെ ശക്തമായ ഒരു ചോദ്യത്തോടെയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെക്കാൾ നിങ്ങൾക്ക് പ്രാധാന്യം നൽകേണ്ട വ്യക്തി ഞാനല്ലേ? ആ വലിയ ജനക്കൂട്ടം ഒരുമിച്ച് ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞു, അതെ, തീർച്ചയായും. ഈ ചോദ്യം വെറുതെയായിരുന്നില്ല, അല്ലേ? ഇനി പറയാൻ പോകുന്ന കാര്യത്തിന്റെ പ്രാധാന്യവും തന്റെ അധികാരവും ഒന്നുകൂടി ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹം. അതിനുശേഷമാണ് ആ ചരിത്ര നിമിഷം വരുന്നത്. പ്രവാചകൻ തന്റെ അടുത്തുനിന്ന അലിയുടെ കൈ ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് എല്ലാവരും കേൾക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചു, ഞാൻ ആരുടെയെല്ലാം നേതാവാണോ, ഈ അലി അവരുടെയെല്ലാം നേതാവാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ആ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ആ 10,000-കൾക്ക് മുന്നിൽ മുഴങ്ങിയ ആ വാക്കുകളുടെ ശക്തി. ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ അക്ഷരാർത്ഥത്തിൽ ആ നിമിഷം തന്നെ ദൈവികമായൊരു വെളിപാട് കൂടി ഉണ്ടായി എന്നാണ് സ്രോതസ്സുകൾ പറയുന്നത്. ഇറങ്ങിയ ഖുർആൻ വചനമിതായിരുന്നു: ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അപ്പോൾ നോക്കൂ, ഈ വിവരണമനുസരിച്ച് ദീനിന്റെ, അതായത് മതത്തിന്റെ പൂർത്തീകരണമെന്ന് പറയുന്നത് അലിയുടെ നേതൃത്വം പ്രഖ്യാപിച്ച ആ നിമിഷവുമായി എത്ര ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ വിലായത്തെന്ന് പറയുന്നത്? ഈ സ്രോതസ്സുകളനുസരിച്ച് അത് വെറുമൊരു ഭരണാധികാരിയുടെ സ്ഥാനമല്ല. അത് നമസ്കാരം, നോമ്പ്, ഹജ്ജ് എന്നിവ പോലെ മതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു തൂണാണ്. ദൈവീകമായ അധികാരത്തിന്റെയും മാർഗനിർദ്ദേശത്തിന്റെയും ഒരു തുടർച്ച. അതാണ് വിലായത്ത്. ഇനി ഇവിടെയാണ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു തലം വരുന്നത്. ചില ജ്ഞാനപരമായ സ്രോതസ്സുകൾ പറയുന്നത് പ്രകാരം പ്രവാചകന്റെ വാക്കുകൾക്ക് 2 അർത്ഥങ്ങളുണ്ടായിരുന്നു. സാധാരണക്കാരായ ആളുകൾ ഞാൻ ആരുടെ നേതാവാണോ അലിയും അവരുടെ നേതാവാണ് എന്ന് കേട്ടു. എന്നാൽ ആത്മീയമായി ഉയർന്നവർ കേട്ടത് ഞാൻ ആരുടെ നേതാവാണോ ദൈവം അവരുടെ നേതാവാണ്, അത് അലിയിലൂടെ പ്രകടമാകുന്നു എന്നാണ്.
രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ 2 വ്യാഖ്യാനങ്ങളെടുത്താലും ഫലം ഒന്നു തന്നെ: നേതൃത്വം അലിക്കാണ്. ശരി, ഇത്രയും വലിയൊരു പ്രഖ്യാപനം കഴിഞ്ഞു. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? എല്ലാവരും ഇത് സന്തോഷത്തോടെ സ്വീകരിച്ചോ? നമുക്ക് നോക്കാം. സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് പ്രമുഖരായ പല സ്വഹാബികളും അലിയുടെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞ വാക്കുകൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, "അഭിനന്ദനങ്ങൾ അലി, ഇന്നു മുതൽ താങ്കൾ എന്റെയും ഓരോ വിശ്വാസിയുടെയും വിശ്വാസിനിയുടെയും നേതാവായിരിക്കുന്നു." എന്നാൽ ഇതേ സ്രോതസ്സുകൾ തന്നെ മറ്റൊരു കാര്യവും പറയുന്നുണ്ട്. പരസ്യമായി ഇങ്ങനെ അഭിനന്ദിച്ചെങ്കിലും സ്വകാര്യ സംഭാഷണങ്ങളിൽ ചില എതിർപ്പുകളും ഉയർന്നു. തന്റെ ബന്ധുവിന്റെ സ്ഥാനം ഉയർത്താനുള്ള ഒരു അവസരവും അവൻ പാഴാക്കില്ല എന്ന ഒരു പ്രസ്താവന ഉമറിൻ്റേതായി തന്നെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇത് തീർച്ചയായും ആ പരസ്യമായ അംഗീകാരത്തിന് പിന്നിലെ യഥാർത്ഥ മനോഭാവം എന്തായിരുന്നു എന്നുള്ള ചോദ്യം ഉയർത്തുന്നുണ്ട്. ഈ പ്രഖ്യാപനത്തിന്റെ ദൈവികതയെ ചോദ്യം ചെയ്ത ഒരാളുടെ കഥയുണ്ട്. അത് വളരെ നാടകീയമാണ്. അൽ നൂമാൻ അൽ ഹാരിസ് എന്നൊരാൾ എഴുന്നേറ്റ് നിന്ന് പ്രവാചകനോട് ചോദിച്ചു, "ഈ കൽപ്പന ദൈവത്തിൽ നിന്നുള്ളതാണോ?" എന്ന്. അതേ എന്നുത്തരം കിട്ടിയപ്പോൾ അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, "ദൈവമേ, ഇത് നിന്നിൽ നിന്നുള്ള സത്യമാണെങ്കിൽ ആകാശത്തുനിന്ന് ഞങ്ങളുടെ മേലൊരു കല്ല് വർഷിക്കണമെന്ന്." അയാൾ ഇത് പറഞ്ഞ് തിരിഞ്ഞു നടന്നതും ആകാശത്തുനിന്നൊരു കല്ല് വന്ന് അയാളുടെ തലയിൽ വീണു. അയാൾ അവിടെ തന്നെ മരിച്ചു എന്നാണ് പറയുന്നത്. ഗദീറിലെ പ്രഖ്യാപനത്തിനുള്ള ഒരു ദൈവികമായ സ്ഥിരീകരണമായിട്ടാണ് ഈ സംഭവത്തെ പലരും കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗദീറിൽ സംഭവിച്ചത്. എന്താണ് ഈ സംഭവത്തിന്റെ യഥാർത്ഥ പൈതൃകം? നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇസ്ലാമിക ലോകത്ത് ഇത് എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്? ചുരുക്കത്തിൽ ഈ സ്രോതസ്സുകൾ മുന്നോട്ടുവെക്കുന്ന പ്രധാന വാദങ്ങൾ ഇതൊക്കെയാണ്. 1. പ്രവാചകൻ അലിയെ തന്റെ പിൻഗാമിയായി വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിച്ചു. 2. ഈ നേതൃത്വ ശൃംഖല അലിക്ക് ശേഷം അദ്ദേഹത്തിന്റെ വംശപരമ്പരയിലെ 11 ഇമാമുകളിലൂടെ തുടരണം. 3. ഈ 12 ഇമാമുകളും ഖുർആനും ലോകാവസാനം വരെ ഒന്നിച്ചുണ്ടാകും. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും വിലായത്ത് അഥവാ ഈ നേതൃത്വത്തെ അംഗീകരിക്കുക എന്നത് മതത്തിന്റെ 5ാമത്തെ തൂണാണ്. അതില്ലാതെ മറ്റൊന്നും സ്വീകാര്യമാവില്ല. അതായത് ഇതൊരു രാഷ്ട്രീയ നിയമനം എന്നതിലുപരി വിശ്വാസത്തിന്റെ പൂർത്തീകരണമായിരുന്നു. അവസാനമായി നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിർത്താം. ചരിത്രത്തിലെ ഒരൊറ്റ ഉച്ചതിരിഞ്ഞുള്ള സായം, അതിന് ലഭിച്ച വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ, അതെങ്ങനെയാണ് ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെയും നാഗരികതകളുടെ ഗതിയെ തന്നെ നൂറ്റാണ്ടുകളായി രൂപപ്പെടുത്തുന്നത്? ഗദീർക്കും എന്ന സംഭവം ഒരുപക്ഷെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ ഈ വിവരണം നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് കരുതുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.